സംസ്ഥാന തലസ്ഥാനത്തെ പ്രധാന സർക്കാർ ആശുപത്രികൾക്കെതിരെ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നുവരുന്ന ഗുരുതരമായ ചികിത്സാ അനാസ്ഥ ആരോപണങ്ങളുടെ തുടർച്ചയായി തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെയും ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കരിക്കകം സ്വദേശിനിയായ ശിവപ്രിയ പ്രസവശേഷം ബാക്ടീരിയ അണുബാധയേറ്റ് മരിച്ച സംഭവത്തിൽ ഈ അണുബാധയ്ക്ക് കാരണം ആശുപത്രിയിലെ ചികിത്സാ പിഴവുകളാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മതിയായ ചികിത്സ ലഭിക്കാതെ മെഡിക്കൽ കോളേജിൽ വേണു എന്നയാൾ മരിച്ച സംഭവം സൃഷ്ടിച്ച രാഷ്ട്രീയ ഭരണപരമായ വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പാണ് ആരോഗ്യ വകുപ്പിന് ഇരട്ടപ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് പുതിയ പരാതി ഉയർന്നിരിക്കുന്നത്. ആശുപത്രി അധികൃതർ ആരോപണങ്ങൾ പാടെ നിഷേധിക്കുമ്പോൾ നീതി ലഭിക്കാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന നിലപാടിലാണ് ശിവപ്രിയയുടെ ബന്ധുക്കൾ ഉള്ളത്. ഈ സംഭവം കേരളത്തിന്റെ ലോകോത്തര ആരോഗ്യ മേഖലയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ നിലവാരത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പ്രസവം എന്നത് സാധാരണയായി സന്തോഷകരമായ ഒരു അനുഭവം ആയിരിക്കേണ്ടതാണ്. എന്നാൽ ശിവപ്രിയയുടെ കാര്യത്തിൽ അത് ദാരുണമായ അന്ത്യത്തിലേക്ക് വഴിമാറി. കഴിഞ്ഞ മാസം സെപ്റ്റംബർ 22-നായിരുന്നു ശിവപ്രിയയുടെ പ്രസവം SIT ആശുപത്രിയിൽ നടന്നത്. ഭർത്താവ് മനുവിന്റെ മൊഴിപ്രകാരം പ്രസവത്തിന് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ശിവപ്രിയ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. നടന്നാണ് ആശുപത്രിയിൽ പോയത്. സാധാരണ പ്രസവത്തിന് ശേഷം സെപ്റ്റംബർ 25-ന് യുവതിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ യുവതിക്ക് നേരിയ പനി ഉണ്ടായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു.